തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് നോമ്പിന് ടൈം ലാഭിക്കാം. ഒരുപാട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ടൈം ഒരുപാട് ലാഭിക്കാം. അതുപോലെ ഞാൻ ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഫ്രീസറിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചിക്കുവാണ്. അപ്പോൾ അത് പഴുക്കുന്നതിനനുസരിച്ച് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ കണ്ടെയ്നറിലാക്കി ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ ഈസി ആയിരിക്കും. നമ്മൾ നല്ല എല്ലാവർക്കും വെള്ളത്തിനായിരിക്കും ഇപ്പം പ്രത്യേകിച്ച് ചൂടുള്ള സമയത്ത് ജ്യൂസിനൊക്കെ ആയിരിക്കും താല്പര്യം. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല കേട്ടോ, പൈനാപ്പിള്, ആപ്പിള് അതെല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് അല്ലെങ്കിൽ സിപ്ലോ കവറിലൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ടൈം നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് വെക്കുക. ഇങ്ങനെ ഫ്രീസറിലാട്ടോ സൂക്ഷിക്കേണ്ടത്, താഴെയല്ല. ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് കുറച്ച് സമയം മുന്നേ ഒന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി. നമുക്ക് ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ചെയ്ത് വെക്കുന്ന മറ്റൊരു കാര്യമാണ് തേങ്ങ വറുത്തെടുക്കുക എന്നുള്ളത്. നോമ്പിന് അധികവും പത്തിരിക്കൊക്കെ തേങ്ങ വറുത്തരച്ച കറിയായിരിക്കും എല്ലാവർക്കും ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാറുണ്ട്. അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കാറായിട്ട് ചെയ്യല്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 3 തേങ്ങ ചിരവിയിട്ടാട്ടോ ചെയ്ത് വെക്കുന്നത്. അതിലേക്കൊരു 10 ചെറിയുള്ളിയും അതുപോലെ 5-6 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂണ് വലിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് സമയം എടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ ഏകദേശം ഒക്കെ റോസ്റ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. തണുത്ത ശേഷം ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ട് ഞാൻ ഫ്രീസറിലാട്ടോ സൂക്ഷിക്കാറ്. താഴെ സൂക്ഷിച്ചാലും മതി, നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ താഴെ സൂക്ഷിച്ചാലും മതി. ഞാൻ ഫ്രീസറിലാണ് വെക്കാറ്. അതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് യൂസ് ചെയ്യാം. റമദാനിന് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മുന്തിരിയൊക്കെ നല്ല സ്ക്വാഷ് ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജ്യൂസ് മുന്തിരി നന്നായിട്ട് തന്നെ കഴുകിയിട്ട് വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിനൊപ്പം വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ ചെയ്ത് വെക്കുന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ചൂടോട് കൂടെ തന്നെ അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്താലും അതിൻ്റെ ചണ്ടിയിൽ വീണ്ടും ഉണ്ടാവും കേട്ടോ ജ്യൂസ്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കാം. ഇനി നമുക്കിത് വീണ്ടും തിളപ്പിക്കാൻ വെക്കണം. ആ തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. കുറച്ചധികം തന്നെ പഞ്ചസാര ചേർത്തുള്ളൂ. ഞാൻ 2 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട പോലെ വരുന്നത് ആ പഞ്ചസാരയുടെ ചെളിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കളയുക. പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചെടുത്താൽ മുന്തിരിയുടെ സ്ക്വാഷ് റെഡി. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് എക്സ്ക്യൂസ് ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ നമുക്ക് പൈനാപ്പിളൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. നോമ്പിനായാലും അല്ലാത്തപ്പോഴായാലും ഒക്കെ ഞാൻ ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ്, ടൈം കിട്ടുമ്പോൾ ഒക്കെ ചെയ്ത് വെക്കുന്ന ഇഞ്ചി തൊലി കളഞ്ഞിട്ട് വെക്കും. അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ചധികം തന്നെ തൊലിച്ച് വെക്കുകയും ചെയ്യും. കുക്കിങ്ങിൽ ടഫായിട്ടുള്ളൊരു പാർട്ടാട്ടോ എന്നെ സംബന്ധിച്ച് ഇത്. അപ്പോൾ അത് മിക്സിയിൽ ജാലിട്ടിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ബൗളിലിട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒരേ ലെവലിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രീസറിൽ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. നമുക്ക് എത്ര വലുപ്പമുള്ള പീസാണ് വേണ്ടത് അതിനനുസരിച്ചൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ 1 മണിക്കൂറൊക്കെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഓരോ പീസസ് ആക്കി എടുത്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് ഓരോ പീസ് നമുക്ക് എടുക്കാം. ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ. ഇതിന് പകരം ഇതിൻ്റെ കൂടെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ താഴെയും സൂക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഞാൻ ഇതുപോലെ ആട്ടോ ചെയ്യാറ്. ഇതുപോലെ തന്നെ നോമ്പിന് നമ്മൾ ചെയ്തു വെക്കുന്ന മറ്റൊരു കാര്യമാണ് ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളത്. നോമ്പിൻ്റെ ടൈമിൽ എനിക്ക് ഒരുപാട് ചെറിയ ഉള്ളിയുടെ ആവശ്യം വരാറുണ്ട് കേട്ടോ. നമ്മൾ ദിവസവും തരിക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രാത്രി മലപ്പുറം ഏരിയയിലൊക്കെ അറിയാം താളിപ്പ് കറി, അത്താഴത്തിന് എണീക്കുമ്പോൾ ചോറിലേക്ക് താളിപ്പ് കറി വേണം. അപ്പോൾ അതിനൊക്കെ ഈ ചെറിയ ഉള്ളി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാറ് കുറച്ചധികം സമയം തന്നെ കുറേ അധികം ഉണ്ടാകുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കുതിർത്തെടുക്കും. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് റിമൂവ് ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് അടർത്തിയെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ആ മുകൾ ഭാഗം ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്ന് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ഇതുണ്ടാവും. അപ്പോൾ ആ വെള്ളത്തോട് കൂടെ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ അത് നാശമായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് തുവർത്തി നല്ല ഉണങ്ങിയ തോർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ തുവർത്തിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് വെള്ളം കളയണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിലിടാതെയാണ് തൊലി കളയുന്നതെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാം. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം ആയതുകൊണ്ടാണ് നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ടാണ് ഇതുപോലെ സൂക്ഷിച്ച് വെക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാട്ടോ ചെയ്യുന്നത്.
അധികം വീട്ടിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്സ് വേണ്ടി വരും അല്ലേ. അപ്പം സ്നാക്സിന് വേണ്ടി ചില അധിക സ്നാക്സിക്കും ബ്രെഡ് ക്രംസ് വേണം. അപ്പം ബ്രെഡ് ക്രംസ് ഞാൻ തയ്യാറാക്കി വെക്കാറുണ്ട്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും നോമ്പ് എടുക്കുന്ന മാസം തിന്നാനായിട്ടുള്ള മാസമാണോ എന്നുള്ളതൊക്കെ. നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക ഒരു പതിവാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തത്. അതുപോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ടൈം ലാഭിക്കാനും കൂടെ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ബ്രെഡിൻ്റെ അരികുവശം കളഞ്ഞിട്ട് നമുക്ക് ചെയ്യാം, പക്ഷേ അരികുവശം കളഞ്ഞാൽ അത് വേസ്റ്റായി പോവില്ല. അപ്പം ഞാൻ മുഴുവനായിട്ട് എടുക്കാറാട്ടോ ചെയ്യാറ്. അതായത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കും. എന്നിട്ട് ചുവട് കട്ടിയുള്ള അടിപ്പിടിക്കാത്ത ടൈപ്പ് ഒരു പാനിലേക്ക് ഇത് മാറ്റിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാട്ടോ ചെയ്യാറ്. നമുക്കിതിലെ വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് കളയണം. ഇതിങ്ങനെ നെരിഞ്ഞു വരും. ആ ഒരു സമയമാകുമ്പോഴാണ് നമുക്ക് തീ ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇത് നെരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ക്രംസ് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്തിന് നമുക്ക് മനസ്സിലാവും നെരിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം. വാട്ടർ കണ്ടൻറ്റ് മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രം ഓഫ് ചെയ്യുക. എന്നിട്ട് ആ ഒരു പാനിൽ തന്നെ വെക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കാറുണ്ടോ റമദാൻ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട്? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ നോമ്പൊരുക്കങ്ങൾ എന്ന സീരീസിലെ ലാസ്റ്റ് പാർട്ടാട്ടോ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുമെങ്കിലും പക്ഷെ അധികവും എല്ലാവർക്കും ഇഷ്ടം സമൂസ കട്ട്ലറ്റാണ്. അപ്പോൾ അതിനുള്ള ഒരുമിച്ച് രണ്ടിനും പറ്റിയിട്ടുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ചിക്കൻ ഒന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഫ്രൈ ചെയ്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ അതിൻ്റെ മസാലയും റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. 3/4 കിലോ എല്ലില്ലാത്ത ചിക്കനാട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് വലിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 5 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില, കറിവേപ്പില അത് ഓരോ പിടി വീതം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. നമുക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ച് ചേർത്താൽ മതിയെ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു സ്മെൽ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കൈ വെച്ചിട്ട് പിച്ചിയിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡി. നന്നായിട്ട് തണുത്ത ശേഷം ഇതുപോലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്